നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഉം, ആദർശം നയനയും കൂടെ വീട്ടിലേക്ക് വന്ന് മുത്തശ്ശനെ കാണാനായിട്ട് ചെല്ലുവാണ്. മുത്തശ്ശന് ഭയങ്കര സന്തോഷമായിരുന്നു. മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ആദർശ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു കാണുമല്ലോ അല്ലേ? അതെ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മോനെ, സന്തോഷമായി. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. നമ്മളും നവി ഉദ്ദേശിച്ച ആളൊന്നും അല്ല. അത് കേട്ടപ്പോ നയന് പറഞ്ഞു, അതെ, എനിക്കും ആദർശേട്ടന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു നവ്യയെ ചില കാര്യത്തില്. ഈ അഭിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇത്രയും നാളും നമ്മുടെ മുന്നിൽ അങ്ങനെ അഭിനയിച്ചില്ലേ എന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, എന്താണെങ്കിലും ഏൻ ജ്വല്ലറി കയറിപ്പറ്റി അവിടെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ചോർത്തി തന്നുകൊണ്ട്, അത് മാത്രമല്ല പലപ്പോഴും നമ്മുടെ കുടുംബത്തെ രക്ഷിച്ച അവളാണ്. ആ സമയത്ത് ആദർശ് പറഞ്ഞു, മുത്തശ്ശ, ഇനിയിപ്പം നവ്യയ്ക്ക് നല്ലൊരു ജോലി കൊടുക്കണം നമ്മുടെ ജ്വല്ലറി തന്നെ. ഒരുപക്ഷെ നമ്മുടെ ജ്വല്ലറിയുടെ പരസ്യ മോഡലാക്കിയാൽ എന്താ പ്രശ്നം? ഈ പറയുന്ന ഏൻ ജ്വല്ലറിക്കാര് അധിക നാള് നവ്യയെ വെച്ചോണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നണില്ല. ഒരുപക്ഷെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളെ അവിടുന്ന് പുറത്താകുക തന്നെ ചെയ്യും. അവളുടെ ജീവൻ ആപത്തുമാണ്. മുത്തശ്ശൻ പറഞ്ഞു, അവളുടെ ദേഹത്ത് ഒരു തരം മണ്ണ് വീഴാൻ ഞാൻ എന്നെ സമ്മതിക്കില്ല. കാരണം അവൻ അതിന് സാധിക്കില്ല നാഗേന്ദ്രന്. അതുകൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഉം. അപ്പോഴേക്കും നയന പറഞ്ഞു, അത് വേണം മുത്തശ്ശ. കാരണം എപ്പോഴേത് നിമിഷം വേണേലും നവ്യയെ ചില കള്ളത്തരങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ഇത്രയും കാലം എല്ലാവരും നമ്മുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചു. ആ അബി എന്ന് പറയുന്നവനെ പണ്ടേ ഇവിടുന്ന് പുറത്താക്കേണ്ടതാ. പലവട്ടം ഇദ്ദേഹം അത് ചെയ്യാനായിട്ട് ഒരുങ്ങിയതാ. ആദർശ് പറഞ്ഞു, അത് ശരി തന്നെയാ. പക്ഷെ അബിക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയ പണിയല്ലേ നവ്യ കൊടുക്കുന്നേ. ഇതുപോലത്തെ ഒരു പണി അബി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാണില്ലായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയത്ത് അബി എന്ത് ചെയ്തു? നാഗേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ നാഗേന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് മറ്റാരുടെ ആയിരുന്നില്ല, വേണുവിന്റെ കോളായിരുന്നു. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തു. അത്യാവശ്യമായിട്ട് അബി ഒന്ന് കാണണമെന്ന് പറയണം. അങ്ങനെ അബി മാത്രമല്ല നാഗേന്ദ്രനും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ അബിയും നാഗേന്ദ്രനും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേണു കാര്യങ്ങളൊക്കെ പറയണം. നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, എൻ്റെ മോൾക്ക് ഡിവോഴ്സ് കിട്ടിയത്. കുറെ പൈസയെങ്കിലും കോമ്പൻസേഷൻ കിട്ടുമെന്ന് ഓർത്തിരുന്ന, പക്ഷെ ഒന്നും ഉണ്ടായില്ല. 1 രൂപ പോലും കോമ്പൻസേഷൻ തരാതെയാണ്. അപ്പോഴേക്കും അബി പറഞ്ഞു, അതിനിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പുണ്ടല്ലേ. എന്നാലും എൻ്റെ മകളുടെ ജീവിതമല്ലേ തകർന്നു പോയത്. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവണ്ടല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നാഗേന്ദ്ര പറഞ്ഞു, ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും നിന്റെ മകൾ ഒഴിഞ്ഞു പോയതുകൊണ്ട് എൻ്റെ മകൾക്കൊരു ജീവിതം ഉണ്ടാവും. അനി അവളും തമ്മിലുള്ള കല്യാണം നടക്കും. അത് നടക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം നാഗേന്ദ്ര സാറേ. അപ്പം നാഗേന്ദ്രനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അഭി നേരത്തെ തന്നെ. അപ്പം നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വേണുവിനെ അറിയുകയും ചെയ്യാം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വേണു പറഞ്ഞു, എൻ്റെ മോളുടെ എൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആത്മഹത്യ ചെയ്യാൻ പോലും വേഷം വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അതെ, നിങ്ങളുടെ കമ്പനിയിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ പറ്റുമോ? അപ്പോഴേക്കും അഭി പറഞ്ഞു, അതിന് അവൾക്ക് അതിനുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട് അഭി സാറേ, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, അല്ല അതിന് അവൾക്ക് എന്ത് ജോലി അറിയാന്ന് ചോദിച്ചു. അല്ല, ഈ പറയുന്ന നവ്യക്ക് എന്തെങ്കിലും അറിയാഞ്ഞിട്ടാണോ നവ്യനെ അവിടെ പരസ്യം മോഡാക്കിയിരിക്കുന്നത്? ഈ പറയുന്ന അബിയുടെ ഭാര്യയൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നവ്യയുടെ സ്ഥാനത്ത് എൻ്റെ മോളെ പരസ്യ മോഡലാക്കാൻ പാടില്ലേ, ഏൺ ജ്വല്ലറി മോഡല്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, അതിന് അവൾക്ക് അഭിനയിക്കാൻ അറിയാവോ? അവള് നല്ല പക്കായായിട്ട് അഭിനയിച്ചോളും. അത് കേട്ടത് നാഗേന്ദ്രൻ പറഞ്ഞു, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അഭി പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല, അതൊന്നും ശരിയാകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു സാറേ, എങ്ങനെയെങ്കിലും ഞങ്ങളും ജീവിച്ചു പോയിക്കോട്ടെ, കുറച്ച് പൈസ കിട്ടുവാണെങ്കിൽ. അല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാന്ന് പറഞ്ഞു. ഒടുവില് വേണു കയ്യെ കാലേ വീഴുവാണ്. അതെ, എൻ്റെ മോൾക്ക് അവിടെ ജോലി കിട്ടുവാണെങ്കിൽ അതിൻ്റെ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും. അനന്തപുരിക്കാരൻ്റെ ശത്രുവാ, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. കാരണം എന്തേലും ഒരു സഹായം വേണ്ടി വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി, എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അനാമയ്ക്ക് ജോലി കൊടുക്കാന്നുള്ള കാര്യങ്ങളൊക്കെ നാഗേന്ദ്രൻ പറഞ്ഞു, ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാളങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രനോട് അഭി പറഞ്ഞു, എന്തിനാ അച്ഛാ വേണ്ടാത്ത വയ്യാവയിലേക്ക് തലയിൽ വെക്കുന്നേ? അയാളെക്കുറിച്ചും അയാളുടെ മോളെക്കുറിച്ചും അറിയാഞ്ഞിട്ടാണോ അച്ഛൻ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? എടാ പോട്ടറാ, ചില സമയത്ത് ഇവരെ കൊണ്ടൊക്കെ നമുക്ക് ഗുണമുണ്ടാവും.
എൻ്റെ അച്ഛൻ ഗുണമല്ല ദോഷമായിരിക്കും ഉണ്ടാകാൻ പോന്നെ, അച്ഛൻ അറിയത്തില്ലാത്തോണ്ടാ. ഇരിക്കട്ടാ, എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. എടാ, ഇവർക്കൊക്കെ ഒരു സഹായം ചെയ്തു കൊടുത്താൽ നമ്മുടെ കാല് കീഴിൽ കിടന്നോളും, നമ്മൾ പറയുന്ന എന്തും അനുസരിച്ചോളും, ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങാനും വീട്ടിലറിഞ്ഞിട്ടാണ്, അനന്തപുരിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച്. എന്ത് ഭൂകമ്പം? അനാമിയെ അനി ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞല്ലേ, അനാമിയായിട്ട് ആ കുടുംബത്തിന് ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് നവ്യ ജലജയുടെ അടുത്തേക്ക് വന്നു. ജലജയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ എൻ ജൂലിയുടെ കുറെ പരസ്യത്തിലും കൂടെ അഭിനയിക്കാൻ പോവാ, വലിയ ഓഫർ തന്നെ എനിക്ക് തന്നിരിക്കണം എന്ന് പറഞ്ഞു. ദേ നവ്യ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ ജൂലിയുടെ പരസ്യത്തിലൊന്നും നീ അഭിനയിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. നീ എന്തിനാ പോന്നേ? നീ അനന്തപുരിയുടെ മരുമകളല്ലേ. ആയിക്കോട്ടെ, എനിക്ക് പൈസ കിട്ടിയാൽ മതി. അമ്മ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് ആ പൈസ മതിയെന്ന്. എൻ ജ്വല്ലറിക്ക് പരസ്യത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു വിട്ടതും അമ്മ തന്നെയല്ലേ. അമ്മയുടെ അബിയുടെയൊക്കെ സമ്മതത്തോട് കൂട്ടില്ല ഞാൻ പോയത്. നവ്യെ, പണ്ടത്തെ പോലെയാണോ ഇപ്പൊ കാര്യങ്ങള്? ഈ കുടുംബത്തിന്റെ ശത്രുവാണ് നാഗേന്ദ്രന്. ഇവിടെ അച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നമോ? എന്ത് പ്രശ്നം? എനിക്ക് പൈസ മാത്രം മതി, ഞാൻ വേറൊന്നും നോക്കുന്നില്ല. എന്താണെങ്കിലും അവിടെ പോയി ജോലി ചെയ്യണം, നല്ല പൈസ കിട്ടും, കഴിഞ്ഞ നാളത്തേക്കാളും കൂടുതൽ പൈസ കിട്ടുമെന്നൊക്കെയാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അതോടെ കേട്ടിഞ്ഞപ്പോ ചിലർക്ക് ഒട്ട് സഹിച്ചില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന അബിയുടെ അച്ഛൻ ഇഷ്ടം പോലെ പൈസയുണ്ട്, സ്വന്തമായിട്ട് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അമ്മ എന്തുകൊണ്ടാ ഈ പറയുന്ന അബിയുടെ അച്ഛനോടൊപ്പം പോയി താമസിക്കാത്തേന്ന് ചോദിച്ചു. അട്ടി കിട്ടിയാലോ ഇപ്പൊ ഈ ജലജയ്ക്ക്. ജലജ പറഞ്ഞു, ദേ നവ്യെ, നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, എനിക്ക് അയാളെ കണ്ണെടുത്താ കാണത്തില്ല, അയാളുടെ പേര് പോലും എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അമ്മയല്ലേ ആള്, അല്ലായിരുന്നെങ്കിൽ അമ്മ പണ്ടേ അവിടെ പോയി താമസിച്ചാനും. എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന് അറിയാം. അതും പറഞ്ഞിട്ട് നബി അങ്ങോട്ട് പോകുമ്പോഴത്തേനും ജലജയ്ക്ക് വല്ലാത്ത ടെൻഷനായി. ഇവളെ സൂക്ഷിക്കണം, ഇവളിനി അവിടേക്ക് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. കാരണം ഇവള് പോയിട്ടുണ്ടെങ്കിൽ ഇവളെയും കൂടെ അയാൾ പിടിച്ചെടുക്കും, പിന്നെ ഇവിടുത്തെ വിവരങ്ങളും പല കാര്യങ്ങളും ചോർത്തിയെടുക്കാൻ ശ്രമിക്കും. അത് തടയണം എങ്ങനെയായാലും, ഏത് വിധേനയെങ്കിലും. അതെങ്ങനെയാ? തൻ്റെ 2 മക്കള് അയാളെ പോയി കാണുന്നുണ്ടോന്ന് പോലും സംശയമുണ്ട് എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അബി വീട്ടിലേക്ക് വന്നു. അബി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ അബിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അബി പറഞ്ഞു, അതെ, മിക്കവാറും വേറെ 1-2 മോഡലും കൂടെ ഏൺ ജ്വല്ലറി പരസ്യത്തിന് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ അബി, ഞാൻ പോരേന്ന് ചോദിച്ചു. അല്ല, ഓണമൊക്കെ അല്ലേ വരുന്നത്, കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഏൺ ജ്വല്ലറിക്കാരെ എടുക്കുമായിരിക്കും എന്ന് പറഞ്ഞു, മോഡലായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നബി പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ അബി, ഞാൻ തന്നെ ചെയ്യില്ലേന്ന് ചോദിച്ചു. പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, ഏൻ ജ്വല്ലർ അവരൊക്കെയല്ലേ തീരുമാനം എടുക്കുന്നേ, നമുക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താണെങ്കിലും എൻ്റെ അച്ഛനൊരു തീരുമാനം എടുത്താൽ എനിക്ക് അതിനോടൊപ്പം നിൽക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യക്കൊരു കാര്യം മനസ്സിലായി, എന്തൊക്കെയോ പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അനന്തപുരിയെ താർക്കാനുള്ളതാ, അതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ, എങ്ങനെയാണെങ്കിലും അത് പൊളിക്കണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നന്ദുവിൻ്റെ അനിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം, അതിന് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലെന്ന്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.